ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെമ്മറി മാപ്പിംഗ് ഫങ്ഷൻസ് ഇൻ ക്യാഷെയാണ്. അപ്പോൾ ക്യാഷയിൽ മെമ്മറി മാപ്പിംഗ് ഫങ്ഷൻസ് നോക്കുമ്പം എന്താണ് ആക്ച്വലി ഈ ഒരു മാപ്പിങ്ങിൻ്റെ യൂസ് എന്താണെന്ന് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ മെമ്മറി വരെ പോയി നോക്കാണ്ട് നമ്മുടെ പ്രൊസസ്സറിനും അതേപോലെ തന്നെ മെയിൻ മെമ്മറിക്കും ഇൻ ബിറ്റ്വീനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറിയാണ് ക്യാഷെ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ മെമ്മറി വരെ പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡയറക്റ്റ്ലി ആക്സസ് ഇറ്റ് ഫ്രം ദ ക്യാഷെ മെമ്മറി. ഓക്കെ, സോ അപ്പം എങ്ങനെയാണ് നമ്മളുടെ കയ്യിലുള്ള നമുക്കറിയാം മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഹ്യൂജ് സൈസാണ്, അല്ലേ? അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു മിനിയേച്ചറൈസ്ഡ് വേർഷൻ ആയിരിക്കും ഏതിലുണ്ടാവുക, ക്യാഷയിലുണ്ടാവുക. അപ്പോൾ ഈ മെമ്മറിയിൽ നമ്മൾ കുറേ ബ്ലോക്സ് ഓഫ് ഡേറ്റ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ബ്ലോക്ക് ഓഫ് ഡേറ്റയെ നമ്മുടെ ക്യാഷയിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് ഒരു ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ മെമ്മറിയിലുള്ള ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ഏത് ഓർഡറിൽ എടുക്കണം അല്ലെങ്കിൽ എവിടെ പ്ലേസ് ചെയ്യണം ക്യാഷയിൽ, ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് വി ആർ ഹാവിങ് സർട്ടൺ ഫങ്ഷൻസ് ഓർ മെത്തേഡ്സ്. ഓക്കെ, അതിനാണ് നമ്മൾ മാപ്പിംഗ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മാപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മെയിൻ മെമ്മറിയിലെ കണ്ടൻറ്റിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെത്തഡോളജി യൂസ് ചെയ്യണം എന്നാണ് എല്ലാ മാപ്പിംഗ് ഫങ്ഷൻസും നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പഠിക്കാൻ പോകുന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് എ ടെക്നിക് ദാറ്റ് ഡിഫൈൻസ് ഹൗ ദ കണ്ടൻറ്റ്സ് ഓഫ് മെയിൻ മെമ്മറി ആർ ബ്രോട്ട് ഇൻ ടു ക്യാഷെ മെമ്മറി. നമ്മുടെ ക്യാഷെ മെമ്മറിയിലേക്ക് മെയിൻ മെമ്മറിയിലെ കണ്ടൻസിനെ എങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യണം. ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് എന്ത് ഡിസ്കസ് ചെയ്യുന്നത് മെമ്മറി മാപ്പിങ്ങിൽ പറയുന്നത്. ദെൻ ക്യാഷെ മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി ബോത്ത് ഓഫ് ദം ആർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ഫിക്സ്ഡ് സൈസ്ഡ് ബ്ലോക്സ്, അല്ലേ? അതായത് മെയിൻ മെമ്മറിയും ക്യാഷയിൽ നമുക്ക് കുറച്ച് ബ്ലോക്സ് ഓഫ് സ്പേസ് ഉണ്ട്. സോ നമ്മുടെ മെയിൻ മെമ്മറിയേക്കാളും സൈസ് കുറവായിരിക്കും ക്യാഷയിൽ. സോ ഒരു മാപ്പിംഗ് വേണം, ഒരു അസോസിയേഷൻ വേണം ബിറ്റ്വീൻ ദീസ് ടു സ്റ്റോറേജ് ബ്ലോക്സ്, അല്ലേ? സോ ക്യാഷെ മെമ്മറി ക്യാൻ ഹോൾഡ് ഓൺലി എ സ്മോൾ സബ്സെറ്റ് ഓഫ് മെയിൻ മെമ്മറി ബ്ലോക്സ്. അത് നമുക്കറിയാം. ആൻഡ് അൽഗരിതം ഈസ് നീഡഡ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വേണം ഫോർ ഡൂയിങ് ദിസ് മാപ്പിംഗ്. ഓക്കെ, നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മുടെ ക്യാഷെ ബ്ലോക്കിലേക്ക് ഉള്ള ഒരു ട്രാൻസ്ഫറിന് വി നീഡ് സം മെത്തേഡ്സ് ഓർ അൽഗരിതംസ് ഓർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഫസ്റ്റ് മെത്തേഡാണെന്ന് പറയുന്നത് ഡയറക്റ്റ് മാപ്പിംഗ്. ഓക്കെ, സോ 3 മാപ്പിംഗ് മെത്തേഡ്സ് ആണുള്ളത്. ഡയറക്റ്റ് മാപ്പിംഗ് ഉണ്ട്, ഡയറക്റ്റ് മാപ്പിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് ഡയറക്റ്റ് മാപ്പിംഗ് ഉണ്ട്, ദെൻ അസോസിയേറ്റീവ് മാപ്പിംഗ്, ദെൻ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഓക്കെ, സോ ഈ 3 മാപ്പിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ മെയിൻലി മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷയിലേക്ക് ഡേറ്റയെ പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് മാപ്പിംഗ് ആണ്. ഇറ്റ്സ് എ ഫസ്റ്റ് മെത്തേഡ്. സോ ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറിയിൽ ഉള്ള ഒരു ബ്ലോക്ക്, കുറേ ബ്ലോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ മെയിൻ മെമ്മറിയുടെ സൈസ് 100 ആണെന്ന് വിചാരിക്കുക. സോ നമ്മുടെ ക്യാഷെ മെമ്മറിയുടെ സൈസ് 10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓരോ ബ്ലോക്കിനെയും നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത്, നമ്മുടെ ക്യാഷയിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മെയിൻ മെമ്മറി, ഇത് നമ്മുടെ ക്യാഷെ. ഓക്കെ, സോ അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ദാറ്റ് ഈസ് ജെ മോഡ് എൻ. ഓക്കെ, സോ ജെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ മെമ്മറി വാല്യൂ, മെയിൻ മെമ്മറിയിലുള്ള ഒരു ബ്ലോക്കിൻ്റെ ഏത് ബ്ലോക്കിലാണ് ഇരിക്കുന്നത് ആ ബ്ലോക്കിൻ്റെ വാല്യൂ. ദെൻ എൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ സൈസ് ഓഫ് ദ ക്യാഷെ. നമ്മുടെ ക്യാഷയുടെ സൈസ് എന്താണോ അതാണ് എന്നിൽ റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ എൻ്റെ മെയിൻ മെമ്മറി ബ്ലോക്കിലുള്ള 10th ബ്ലോക്കിലുള്ള ഡേറ്റ എനിക്ക് ക്യാഷയിൽ ഏത് ബ്ലോക്കിൽ പോകണമെന്ന് നോക്കണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്യാഷയുടെ സൈസ് എത്രയാണ്? 10 ആണ്. ഇവിടുത്തെ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. ദാറ്റ് ഈസ് മെയിൻ മെമ്മറിയുടെ ബ്ലോക്ക് നമ്പർ. ദെൻ 10 മോഡ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ക്യാഷെ. വാട്ട് ഈസ് ദാറ്റ്? 10. സോ 10 മോഡ് 10 ചെയ്യുമ്പോഴേക്കും റിമൈൻഡർ നമുക്കൊന്നുമില്ല, 0 ആണ്. മോഡുലസ് ഡിവിഷൻ അറിയാമല്ലോ, അതായത് ഈ നമ്പറിനെ ഈ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ റിമൈൻഡർ, അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. അത് നമുക്ക് 0 ആയി കിട്ടിയത്. സോ നമുക്ക് 0th ബ്ലോക്കിലായിരിക്കും ഈ മെമ്മറിയിൽ എന്താണോ കണ്ടൻറ്റ് ഉള്ളത്. ഇവിടുത്തെ വേർഡ് ഇപ്പോൾ സെയിം ഒരു 1050 ആണ് ഇരിക്കുന്നതെങ്കിൽ ആ 1050 ഞാൻ പ്ലേസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിലായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ഇതിൽ ഡേറ്റ ആണ്, ഞാൻ ചുമ്മാ നമ്പർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തതേ ഉള്ളൂ, അതെന്തും ആകാം. ഓക്കെ, സോ അതിന് നമ്മളെവിടെ പ്ലേസ് ചെയ്യും? 0th ക്യാഷെ ബ്ലോക്കിൽ ഞാൻ പ്ലേസ് ചെയ്യും. ഇപ്പോൾ എനിക്കിപ്പോൾ അഗെയിൻ കോപ്പി ചെയ്യേണ്ട വാല്യൂ 23 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 23rd ബ്ലോക്കിലുള്ള മെയിൻ മെമ്മറിയിലെ 23rd ബ്ലോക്കിലുള്ള കണ്ടൻറ്റിനെ വേണം എങ്ങോട്ട് മാപ്പ് ചെയ്യാൻ? ക്യാഷയിലോട്ട് മാപ്പ് ചെയ്യാൻ. സോ വാട്ട് വിൽ ബി ദ മെത്തേഡ്? സോ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ 23 ആണ് ഇവിടുത്തെ ജെ വാല്യൂ.
ദാറ്റ് മോഡ് 10. ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ക്യാഷ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. സോ 23 മോഡ് 10 ചെയ്യുമ്പോഴേക്കും 2 10s are 20. സോ ദ റിമൈൻഡർ ഈസ് 3. സോ ഇവിടുത്തെ റിമൈൻഡർ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. സോ ഇത് നമ്മൾ പോകുന്നത് 0, ഇത് നമ്മൾ പോകുന്നത് 1, ഇത് നമ്മൾ പോകുന്നത് 2, ഇത് നമ്മുടെ തേർഡ് ക്യാഷ് ബ്ലോക്ക്. സോ ഈ 23 എന്നുള്ളൊരു ബ്ലോക്ക് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാഷിൽ വരുന്ന മാപ്പിംഗ് വാല്യൂ എത്രയാണ്? തേർഡ് ബ്ലോക്കിലേക്ക്. അപ്പോൾ ഈ കണ്ടൻറ്റ് നമ്മൾ ഇവിടുത്തെ കോപ്പി ചെയ്യും, തേർഡ് ബ്ലോക്കിൽ പേസ്റ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ആയിരിക്കും ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ അസോസിയേഷൻ ബിറ്റ്വീൻ ദിസ് മെയിൻ മെമ്മറി ആൻഡ് ക്യാഷ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ടെക്നിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് ബ്ലോക്കാണെന്ന് നമുക്കിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡേറ്റ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് നമുക്ക് ആക്സസ് ചെയ്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷിലേക്ക് വി ക്യാൻ ഡയറക്ട്ലി പ്ലേസ് ദാറ്റ് വാല്യൂ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്താൽ മതി അല്ലേ. അവിടെ നമുക്ക് ഒരു ഡേറ്റയെ റീപ്ലേസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വാല്യൂ എനിക്കിപ്പോൾ വേണ്ടത് 20th ബ്ലോക്കാണെന്ന് വിചാരിച്ചോ. മെയിൻ മെമ്മറിയിലെ 20th ബ്ലോക്കാണ് എനിക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ, ഇട്ടിരിക്കുന്ന വാല്യൂ 205 ആണെന്ന് വിചാരിക്കാം. 205 ആണ് കണ്ടൻറ്റ്, ബ്ലോക്ക് നമ്പർ 20 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 20 മോഡ് 10 ചെയ്യും. അപ്പോഴേക്കും എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0. സോ 0th ബ്ലോക്കിൽ ഓൾറെഡി ആരിപ്പുണ്ട്? 1050 ഇരിപ്പുണ്ട്. സോ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന വാല്യൂ എന്തുമായിരിക്കും? 205 എന്നുള്ള 20th ബ്ലോക്കിലുള്ള വാല്യൂ 205 ആണെങ്കിൽ ആ ഡേറ്റ ആയിരിക്കും ഇവിടെ വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ മെമ്മറിയിലുള്ള ഏത് ഡേറ്റയാണോ ആ ഡേറ്റയെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങ് യൂസ് ചെയ്യുക. അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്നൊരു സ്ട്രാറ്റജിയിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. 20th ബ്ലോക്കിൽ 205 ആണെങ്കിൽ നമ്മുടെ ഈ 0th ബ്ലോക്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നത് എന്തായിരിക്കും? 205 ആയിരിക്കും. എന്ത് ഡേറ്റയാണോ അതിനെടുത്ത് അങ്ങോട്ടേക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനിയിപ്പോൾ 30th ബ്ലോക്കാണ് വരുന്നതെങ്കിലും എന്തുമായിരിക്കും? 30th ബ്ലോക്കിലിരിക്കുന്ന വാല്യൂ 500 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 30th ബ്ലോക്കിൻ്റെ വാല്യൂ എന്താണ്? 30 മോഡ് 10. സോ വാട്ട് വിൽ ബി ദ ആൻസർ? റിമൈൻഡർ വിൽ ബി 0. സോ അപ്പോൾ 30th ബ്ലോക്കിലെ കണ്ടൻറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഈ 0th ബ്ലോക്കിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു 20 എന്നുള്ള വാല്യൂ മാറി 205 എന്നുള്ള വാല്യൂ മാറി അവിടെ വരുന്ന കണ്ടൻറ്റ് എന്തായിരിക്കും? 500. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ ഈ ക്യാഷ് ബ്ലോക്കിൽ ബാക്കിയുള്ള ഒരുപാട് ബ്ലോക്ക്സ് ഫ്രീ ആണ്. 2 ഫ്രീ ആണ്, 4 ഫ്രീ ആണ്, 5, 6 എക്സെട്ര അപ് ടു 9th ബ്ലോക്ക് വരെ നമ്മുടെ ക്യാഷിൽ ഫ്രീ ആണ്. പക്ഷേ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സെല്ല് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓൾറെഡി ഉള്ള സ്പേസിനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏത് കേസിൽ? ഈ ഒരു മെത്തേഡിൽ. അതാണ് ഇതൊരു ഡയറക്റ്റ് മെമ്മറി ആക്സസിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ മെക്കാനിസം ആണ്. നമുക്ക് വി ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ ലൊക്കേഷൻ വെയർ ടു പ്ലേസ് ദിസ് മെയിൻ മെമ്മറി ബ്ലോക്സ് ഇൻ ദ ക്യാഷ്. ഓക്കെ, അത് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മീൻസ് ബ്ലോക്കിനെ തന്നെയാണ് നമ്മൾ വീണ്ടും റെഫർ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് മിസ്സസ് അല്ലെങ്കിൽ ക്യാഷ് മിസ്സസ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഇവിടെ വളരെ കൂടുതലാണ്. ബിക്കോസ് ഇവിടെ നമ്മൾ പ്രോപ്പർ ക്യാഷ് സ്പേസിൻ്റെ യൂട്ടിലൈസേഷൻ നമ്മൾ നടത്തുന്നില്ല. ഒരു സിംഗിൾ ബ്ലോക്കിലേക്ക് മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ മെയിൻ മെമ്മറി ബ്ലോക്കിൽ ഒരു സിംഗിൾ ബ്ലോക്കിലേക്ക് മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇവൻ ദോ അവിടെ നമുക്ക് സ്പേസസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹയർ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ക്യാഷ് മിസ്സസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി ഒന്നുമില്ല. നമ്മൾ ആ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് വേറെ പ്ലേസ് ഉണ്ടെങ്കിൽ കൂടെ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻക്രീസ്ഡ് മിസ് റേറ്റ് ഫോർ സർട്ടൺ ആക്സസ് പാറ്റേൺസ്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 10, 20, 30 എന്നൊക്കെയുള്ള ബ്ലോക്കുകളാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 19th ബ്ലോക്ക് ആണെങ്കിലും അതെല്ലാം മാച്ച് ചെയ്യുന്നത് എങ്ങോട്ട് മാത്രമാണ്? 0th ക്യാഷ് ബ്ലോക്കിലേക്കാണ്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റീപ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് തന്നേക്കുവാണ്. ഇനി നമുക്ക് ഈ ഡയറക്റ്റ് മാപ്പിങ്ങിൽ നമ്മളൊരു അഡ്രസ്സ്, അതായത് നമുക്കൊരു കണ്ടൻറ്റ് വേണമെന്നെങ്കിൽ, ഒരു മെമ്മറി കണ്ടൻറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മെമ്മറിയിൽ ഒരു അഡ്രസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിലുള്ള കണ്ടൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് വിളിക്കും. അപ്പോൾ ആ അഡ്രസ്സിനെ നമ്മൾ 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് അഡ്രസ്സിന് 3 സെഗ്മെൻറ്റ്സ് കാണും. ടാഗ് പോർഷൻ കാണും, ബ്ലോക്ക് സെഗ്മെൻറ്റ് കാണും, വേർഡ് കാണും. വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഡേറ്റ പോർഷനാണ് വേർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ബ്ലോക്കാണ്. അതായത് ഏത് ബ്ലോക്കിലാണ് മെയിൻ മെമ്മറിയിൽ ഏത് ബ്ലോക്കിലാണോ ഇരിക്കുന്നത് ആ ഒരു ഡേറ്റ ആയിരിക്കും ഈ ബ്ലോക്ക് ഇൻഫർമേഷൻ തരുന്നത്. ദെൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കിനും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹയർ ബിറ്റ്സിൽ ഒരു ടാഗ് വാല്യൂ കാണും. ഈ ടാഗ് വാല്യൂ ആണ് നമ്മൾ ഏത് ബ്ലോക്കിൽ നിന്നാണോ ആക്സസ് ചെയ്തുകൊണ്ട് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10ന് ഒരു ടാഗ് വാല്യൂ കാണും, 20ക്ക് ഒരു ടാഗ് വാല്യൂ കാണും,
30ക്ക് ഒരു ടാഗ് വാല്യൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വെച്ചാൽ എല്ലാ ബ്ലോക്സിനും ഇപ്പോൾ നമുക്ക് 100 ബ്ലോക്സ് ആണ് മെയിൻ മെമ്മറിയിലുള്ളതെങ്കിൽ ആ 100 ബ്ലോക്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് കാണും? ടാഗ് വാല്യൂസ് കാണും. അപ്പോൾ ആ ടാഗ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കേ, നമുക്കിപ്പോൾ ഒരു ഡേറ്റ നമ്മൾ നോക്കാൻ പോയി, അപ്പോഴേക്കും ബ്ലോക്ക് നമ്പർ 0യിൽ ഒരു ഡേറ്റ ഇരിപ്പുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 30 ആണെന്ന് വിചാരിക്കുക. 30 ആണെങ്കിൽ ശരിക്കും 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷയുടെ 0th ബ്ലോക്കുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ 0 വന്നിരിക്കുന്നത് ഏത് ബ്ലോക്കിനെ നമ്മൾ ഏത് മെമ്മറി ബ്ലോക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഈ 0യിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്? ഈ ടാഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ ബ്ലോക്കിലും എന്ത് കാണും? ഒരു ടാഗ് ഇൻഫർമേഷൻ കാണും. ആ ടാഗ് ഇൻഫർമേഷനാണ് സ്പെസിഫൈ ചെയ്യുന്നത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ മെമ്മറി ബ്ലോക്കിൽ ഏതാണെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ടാഗിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് 30 എന്നുള്ള മെയിൻ മെമ്മറിയുടെ റിസോൾട്ട് വാല്യൂ ആണോ 0യിലേക്ക് വന്നിരിക്കുന്നത്, അതോ 20യുടെ ആണോ, അതോ 10ൻ്റെ ആണോ എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഈ 10 എന്നുള്ള മെയിൻ മെമ്മറി അഡ്രസ്സിൽ ഹയർ ഓർഡർ ബിറ്റ്സ് ഇവിടെയുള്ള ഹയർ ഓർഡർ ടാഗിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കറസ്പോണ്ടിങ് ഉള്ള ഒരു അസോസിയേഷനാണ് നടന്നിരിക്കുന്നത്. സോ നമ്മുടെ കണ്ടന്റ് ഇവിടെ പ്രസൻറ്റ് ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ? 30th ബ്ലോക്കിലെ കണ്ടന്റാണ് ബ്ലോക്ക് 0യിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് നമുക്ക് നോക്ക്. ഇതിൻ്റെ സെപ്പറേഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ മെമ്മറി അഡ്രസ്സിൻ്റെ ഒരു സെപ്പറേഷൻ പഠിക്കണം. അതായത് ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഗ്, ബ്ലോക്ക്, വേർഡ്. ടാഗ്, ബ്ലോക്ക്, വേർഡ് എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഹോൾ അഡ്രസ്സിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ MSBയിലുള്ള 5 ബിറ്റ്സാണ് ടാഗിന് കൊടുത്തിരിക്കുന്നത്. ബ്ലോക്കിന് വേണ്ടിയിട്ട് 7 ബിറ്റ്സും ദെൻ വേർഡിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് 4 ബിറ്റ്സും. സോ 5, 7, 4 ആണ് ഇതിൻ്റെ അഡ്രസ് പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മളുടെ ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ ഡയറക്റ്റ് മെമ്മറി മാപ്പിങ്ങിൻ്റെ അഡ്രസ് പാറ്റേൺ. നമ്മുടെ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ബിറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ആദ്യത്തെ 5 ബിറ്റ് ടാഗിന് വേണ്ടിയിട്ട്, പിന്നെ 7 അതിന് ശേഷമുള്ള 7 ബിറ്റ്സ് ബ്ലോക്ക് ഇൻഫർമേഷൻ, ഏത് ബ്ലോക്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 30, 40 എന്നൊക്കെ പറയില്ലേ, ആ ബ്ലോക്ക് വാല്യൂ. പിന്നെ വേർഡ് ഇൻഫർമേഷൻ, നമ്മുടെ കണ്ടൻറ്റ്, മെമ്മറിയിലുള്ള കണ്ടൻറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത്രയേ ഉള്ളൂ ഡയറക്റ്റ് മാപ്പിങ്ങിൽ. ഇനി നമുക്ക് അസോസിയേറ്റീവ് മാപ്പിംഗ്. അപ്പോൾ നമ്മൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡയറക്റ്റ് മാപ്പിങ്ങിൽ നമുക്ക് മെയിൻ ക്യാഷെ മെമ്മറിയിൽ ബ്ലോക്സ് ഫ്രീ ആണെങ്കിൽ കൂടെയും നമുക്കത് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല. നമ്മളൊരു ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് J mod n എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ വർക്ക് ഓൺ ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. വരുന്ന കണ്ടൻറ്റ്സ് നമ്മുടെ മെയിൻ മെമ്മറിയിലുള്ള കണ്ടൻസിനെ നമുക്ക് പ്രോപ്പറായിട്ട് ക്യാഷയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ ഒരു മെക്കാനിസമാണ് അസോസിയേറ്റീവ് മാപ്പിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ മാപ്പിംഗ്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഫ്ലെക്സിബിൾ അല്ല. വി ക്യാൻ ഡയറക്ട്ലി മാപ്പ്, വി ക്യാൻ സിംപ്ലി യൂസ് ദിസ് ഇക്വേഷൻ. നമുക്ക് ആ ഒരു ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. എ മെമ്മറി ബ്ലോക്ക് ക്യാൻ റിസൈഡ് അറ്റ് എനി ക്യാഷെ ബ്ലോക്ക്. അതാണ്, അതായത് ഒരു മെമ്മറി ബ്ലോക്കിൽ നമുക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റയെ നമുക്ക് ആ ബ്ലോക്ക് ഓഫ് ഡേറ്റയെ നമുക്ക് മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് എവിടോട്ട് പ്ലേസ് ചെയ്യാം? ക്യാഷിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും, ക്യാഷിൽ സ്പേസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഓൾ ബ്ലോക്സ് ഇൻ ദ ക്യാഷെ ആർ ഫ്രീലി അവൈലബിൾ. ദെൻ എനി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ക്യാൻ മാപ്പ് ടു എനി ബ്ലോക്ക് ഓഫ് ക്യാഷെ. ക്യാഷയിലുള്ള ഏത് ബ്ലോക്കിലേക്ക് വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്ത് വെക്കാൻ പറ്റും മെയിൻ മെമ്മറി ബ്ലോക്കിലുള്ള ഡേറ്റയെ. ഇഫ് ഓൾ ദ ക്യാഷെ ബ്ലോക്സ് ആർ ഒക്യുപ്പൈഡ് ദെൻ വൺ ഓഫ് ദ എക്സിസ്റ്റിംഗ് ബ്ലോക്സ് വിൽ ബി റീപ്ലേസ്ഡ്. ഇനി നമുക്കൊരു പ്രശ്നം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ക്യാഷിലുള്ള ബ്ലോക്ക് എല്ലാം എന്താണ്? ഓൾറെഡി ഫിൽഡ് ആണെന്ന് വിചാരിക്കാം. എല്ലാ ബ്ലോക്സും ഫിൽഡ് ആണ്. അപ്പോൾ ഒരു കണ്ടൻറ്റ് വരുന്നു. ഇവിടെ ഞാൻ ചുമ്മാ 100, 20, 30, 50, 60 ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ. ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ല, ബൈനറി പാറ്റേണിലായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു റിക്വസ്റ്റും കൂടെ വരുവാണ് 70 വരുവാണെങ്കിൽ ഇവിടെ എന്തില്ല? നമ്മുടെ ക്യാഷയിൽ ആ എലമെൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷയിൽ നമുക്ക് ക്യാഷെ ബ്ലോക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ്. അതായത് ഓൾറെഡി ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ എടുത്ത് മാറ്റിയാലേ നമുക്ക് പുതിയൊരെണ്ണത്തെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റീപ്ലേസ്മെൻറ്റ് മെക്കാനിസംസ് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ OSൽ പഠിച്ച പോലെ തന്നെ FCFSO അല്ലെങ്കിൽ LRO അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് വൺ, സ്മോളസ്റ്റ് വൺ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സിമ്പിൾ എക്സാമ്പിളായിട്ട് FCFSഉം LRO ആണ് പറയുന്നത്. FCFS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ദെൻ LRO എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. അപ്പോൾ നിങ്ങൾ മറ്റേ പേജിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പേജ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ ആ ഒരു റീപ്ലേസ്മെൻറ്റ് മെത്തഡോളജി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ റീപ്ലേസ് ദ കണ്ടൻറ്റ്സ് ഇൻസൈഡ് ദിസ് ക്യാഷെ ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു അസോസിയേറ്റീവ് മാപ്പിംഗ് അല്ലെങ്കിൽ അസോസിയേറ്റീവ് മെക്കാനിസത്തിൽ പറയുന്നത്. ഇനി അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ ഒരു അഡ്രസ്സ് ഡിവിഷൻ, ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗും വേർഡും മാത്രമേ ഉള്ളൂ. എന്ത് മാത്രമേ ഉള്ളൂ? ടാഗും വേർഡും മാത്രമേ ഉള്ളൂ. മറ്റേ തൊട്ട് മുന്നത്തെ കേസിൽ ഡയറക്റ്റ് മെമ്മറിക്കകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ടാഗിനും വേർഡിനും ഇടയ്ക്ക് വി ആർ ഹാവിങ് എ ബ്ലോക്ക് ഇൻഫർമേഷൻ. സോ ഇവിടെ ബ്ലോക്കിന് വലിയ റോളൊന്നുമില്ല, ഏത് ബ്ലോക്ക് വേണമെങ്കിലും പോയിരിക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ടാഗിൻ്റെ മാച്ചിങ്ങാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്, ആണല്ലോ. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഇല്ല, ഇവിടെ ടാഗും വേർഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് അഡ്രസ് ബിറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 11 ബിറ്റ്സ് ആർക്ക് വേണ്ടിയിട്ട് പോകും? ടാഗിന് വേണ്ടിയിട്ടും.
5 ബിറ്റ്സ് എന്തിനു വേണ്ടിയിട്ട് പോകും? വേർഡിന് വേണ്ടിയിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അഡ്രസ് പാറ്റേണിൽ ഫസ്റ്റ് MSBയിലുള്ള 11 ബിറ്റ്സ് ആണ് ടാഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, 5 ബിറ്റ്സ് ആണ് വേർഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു? 5 7 നമ്മുടെ ഡയറക്റ്റ് മെമ്മറി ആക്സസിൽ 5 7 4 എന്നായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 11ഉം പിന്നെ എങ്ങനെയായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? 11ഉം 5ഉം. ഓക്കെ, 11 and 5. ഓക്കെ, ടാഗും വേർഡും ഇത് കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്ത് വെച്ചോണേ എങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ കോംപ്ലക്സിറ്റി കുറച്ച് കൂടുതലായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബ്ലോക്ക്, മെയിൻ മെമ്മറി ഒരു ബ്ലോക്ക് നമ്മുടെ ക്യാഷിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാഷിലുള്ള ബ്ലോക്കിലേക്ക് നമ്മളിതിനെ ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഓരോ ബ്ലോക്കുകളും നമ്മളിതിങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് നമ്മുടെ ക്യാഷിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആരെ നമ്മൾ ചെക്ക് ചെയ്യണം? ടാഗിനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ചെക്ക് ചെയ്യുന്ന ബ്ലോക്ക് 99 ബ്ലോക്ക് 3യിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് 3യിലാണ് ഇരിക്കുന്നതെന്നുള്ള ആകെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അഡ്രസ് പാറ്റേണിലുള്ള ടാഗ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ആ ടാഗ് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് ഇവിടെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. സോ ടാഗ് ഇൻഫർമേഷൻസിനെ നമ്മൾ സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ എത്ര ടാഗ്സ് ഉണ്ടോ അത്രയും ടാഗുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നോക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ക്യാഷിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി കൂടുതലാണ്. കാര്യം എല്ലാ ടാക്സും നമുക്ക് സീക്വൻഷ്യലായിട്ട് നോക്കണം. അപ്പോൾ അതിൻ്റെ പവർ കൺസപ്ഷൻ കൂടുതലാണ്, കോസ്റ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കിതിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി ലാസ്റ്റ് വൺ ഇസ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. അപ്പോൾ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് വെച്ചാൽ അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി, അതായത് ഈ ഒരു ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പം അതേപോലെ തന്നെ ഈസി അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ മാപ്പിംഗ് ഓഫ് ഡയറക്റ്റ് മാപ്പിങ്ങും അതേപോലെ തന്നെ അസോസിയേറ്റീവ് മാപ്പിങ്ങും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തഡാണ് അല്ലെങ്കിൽ ഒരു മാപ്പിംഗ് മെക്കാനിസമാണ് സെറ്റ് അസോസിയേറ്റീവിൽ ഫോളോ ചെയ്യുന്നത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് മാപ്പിംഗ് ആൻഡ് അസോസിയേറ്റീവ് മാപ്പിംഗ്. എ ബ്ലോക്ക് ഓഫ് കാഷിയർ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അസോസിയേറ്റീവ് മാപ്പിംഗ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു അഡീഷണലി നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഈ ബ്ലോക്കുകളെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെറ്റായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. നോക്കിക്കേ, നമ്മുടെ കാഷിയർ മെമ്മറിയിൽ നമ്മൾ ഇത്രയും സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസോസിയേറ്റീവ് മെമ്മറി പോലെ തന്നെ ഇരിക്കുക, അസോസിയേറ്റീവ് മാപ്പിംഗ് പോലെ തന്നെ ഇരിക്കുവാണ് ഇത്രയും സെക്ഷൻ. ഓക്കെ, അവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദിസ് ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ബ്ലോക്കിനെ നമ്മളൊരു ഗ്രൂപ്പാക്കി അതിനെ നമ്മളൊരു സെറ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സെറ്റ് എന്ന് വിളിക്കും. സോ ഇവിടുത്തെ കേസിൽ ബ്ലോക്ക് നമ്പർ 0യും 1ഉം എന്താണ്? ബിലോങ്സ് ടു എ സിംഗിൾ സെറ്റ്. ആ സെറ്റിൻ്റെ പേരാണ് 0. അപ്പോൾ ഒരു സെറ്റിൽ എത്ര എണ്ണം വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ 2 and 3 ആണ് നെക്സ്റ്റ് സെറ്റ്. അതെന്താണ്? സെറ്റ് നമ്പർ 1. അത് കഴിഞ്ഞിട്ട് 4 and 5 ആണ് അടുത്ത സെറ്റ്, അതായത് സെറ്റ് നമ്പർ 2. ഓക്കെ, സോ ഈ ഒരു മെത്തേഡിലാണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മളുടെ ക്യാഷെ സെക്ഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു ബ്ലോക്കിനെ നമ്മൾ സെറ്റായിട്ടും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു സെറ്റിനകത്ത് നമുക്ക് ഏത് ബ്ലോക്കിൽ വേണമെങ്കിലും നമുക്ക് ഡേറ്റയെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന 10 ആണ്. 10ഉം 20ഉം ഒരേ സമയത്ത് വരുവാന്ന് വെച്ചോ. അപ്പം 10 എന്നുള്ള കണ്ടൻറ്റ്, 10 എന്നുള്ള ബ്ലോക്കിനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വാട്ട്? നമ്മുടെ ഡയറക്റ്റ് മെമ്മറി ആക്സസും ഡയറക്റ്റ് മെമ്മറി മാപ്പിങ്ങും പിന്നെ നമ്മുടെ അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജെ മോഡേൺ ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി n എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്തത് ഈ കാഷിയയിൽ എത്ര ബ്ലോക്കുകളുണ്ടോ അതിൻ്റെ കൗണ്ടായിരുന്നു. ഇവിടെ 10 ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മളിവിടെ എങ്ങനെ യൂസ് ചെയ്തത്? വി ആർ യൂസിങ് ദീസ് ബ്ലോക്സ് ആസ് സെറ്റ്സ്. ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ ദ ക്യാഷ്. ഇവിടെ നമുക്ക് ക്യാഷ് നമ്മൾ എത്ര സെറ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 സെറ്റ്സേ ഉള്ളൂ. എത്ര സെറ്റേ ഉള്ളൂ? 4 സെറ്റുകളേ ഉള്ളൂ. സോ ഇവിടുത്തെ ടോട്ടൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ആയിരിക്കും. ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പ് ചെയ്തുകൊണ്ട് വരുന്ന വാല്യൂ. ഓക്കെ, അതായത് നമ്മുടെ മെയിൻ മെമ്മറിയിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക്. ഇപ്പോൾ നമുക്ക് മെയിൻ മെമ്മറിയിലുള്ള 10th ലൊക്കേഷനിലുള്ള കണ്ടൻറ്റും 20th ലൊക്കേഷനിലുള്ള കണ്ടൻറ്റുമാണ് നമുക്ക് ക്യാഷിൽ പ്ലേസ് ചെയ്യേണ്ടെങ്കിൽ, മാപ്പ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 mod 4 ആയിരിക്കും. അതേപോലെ 20യെ പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരിക്കും? 20 mod 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 4s are 8, so the remainder will be 2 ആണല്ലോ. പിന്നെ 5 4s are 20, so the remainder നമുക്ക് എന്ത് കിട്ടും? 0 അല്ലേ. സോ ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഡേറ്റാസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ സെക്കൻഡ് സെറ്റിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മാപ്പ് ചെയ്യുന്നത്. ഇത് സെറ്റ് നമ്പർ 1, സെറ്റ് നമ്പർ 2, അടുത്ത 6ഉം 7ഉം ചേർന്നിട്ട് സെറ്റ് നമ്പർ 3 ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ നമ്മുടെ മാപ്പിംഗ് 10 എന്നുള്ള ബ്ലോക്കിൽ
10 എന്നുള്ള മെയിൻ മെമ്മറി ബ്ലോക്കിനെ നമ്മൾ ക്യാഷയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഏത് സെറ്റിലോട്ടാണ്? സെറ്റ് നമ്പർ 2ലേക്ക്. സെറ്റ് നമ്പർ 2ൽ നമുക്ക് 2 ബ്ലോക്കുകളുണ്ട്. അവിടെ നമുക്ക് ഒന്നെങ്കിൽ 4th ബ്ലോക്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 5th ബ്ലോക്കിൽ വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ പ്ലേസ് ചെയ്യുന്നത് 10 എന്നുള്ള മെയിൻ മെമ്മറിയിലുള്ള കണ്ടൻറ്റ് വിചാരിക്കുക 500 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന എവിടെയായിരിക്കും? ഈ ഒരു 4th ലൊക്കേഷനിൽ. ഇനി നമ്മൾ വേറൊരു വാല്യൂ ചെയ്യുമ്പോഴേക്കും നമുക്ക് 2 എന്നുള്ള സെറ്റ് തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ 2നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ഒരു മെമ്മറി ലൊക്കേഷനിലോട്ടായിരിക്കും, ഈ ഒരു ബ്ലോക്കിലോട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു സെറ്റിൽ തന്നെ ഡിഫറെൻറ്റ് ബ്ലോക്സുകളുണ്ട്. ആ ബ്ലോക്കിനെ നമുക്ക് റാൻഡമായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ യൂസ് ചെയ്യാം. അതാണ് ആടെ വർക്കിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് അസോസിയേറ്റീവ്. സോ സെറ്റ് അസോസിയേറ്റീവ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് മാപ്പിംഗ് ആൻഡ് അസോസിയേറ്റീവ് മാപ്പിംഗ്. അസോസിയേറ്റീവ് മാപ്പിംഗ് പോലെ, അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എനി ബ്ലോക്ക് ആയിരുന്നു. അസോസിയേറ്റീവിനകത്ത് അവർ പറയുന്നത് എന്താണ്? എനി ബ്ലോക്ക് ആയിരുന്നു. ദെൻ ഡയറക്റ്റ് മാപ്പിങ്ങിൽ അവർ പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ ദ ഇക്വേഷൻ. ആ ഇക്വേഷനകത്ത് ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമലി എന്തായിരുന്നു? ഡയറക്റ്റിൽ ജെ മോഡ് എൻ ആയിരുന്നു. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ക്യാഷെ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താണ്? എൻ സ്പെസിഫൈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ ദ ക്യാഷേസ്. ക്യാഷയിൽ എത്ര സെറ്റ് ഉണ്ടോ അതാണ് ഇതിനെ സെറ്റ് അസോസിയേറ്റീവ് എന്ന് വിളിക്കുന്നത്. എത്ര സെറ്റ് ഉണ്ടോ ആ സെറ്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ മെയിൻ മെമ്മറിയെ നമ്മൾ മാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഡ്രസ് ഡിവിഷൻ എങ്ങനെ പറയാം? നമുക്ക് ടാഗ് ഉണ്ട്, സെറ്റ് ഉണ്ട്, വേർഡ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരുന്നു? നേരത്തെ പോലെ തന്നെ ടാഗ് ബിറ്റ് ഉണ്ട്, ദെൻ ബ്ലോക്ക് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ എന്തായിരുന്നു? വേർഡായിരുന്നു. ഓക്കെ, സോ സെറ്റ് അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫൈനൽ ലാസ്റ്റ് വൺ. സെറ്റ് അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സെയിം പോലെ തന്നെയാണ് ഇവിടെ ബ്ലോക്കിന് വരെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഏത് ഐഡിയ ആണ്? സെറ്റ് നമ്പറാണ്. സോ സെറ്റ്, പിന്നെന്താണ്? ടാഗ്, വേർഡ്. ഓക്കെ ആയോ? സോ അപ്പോൾ ഇത്രയാണ് മെയിൻലി നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്തത് വേർഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ് കൗണ്ട്. ടാഗിന് 6ഉം സെറ്റിന് 5ഉം വേർഡിന് 5ഉം. സോ 655 ആണ് ബിറ്റ് കോൺഫിഗറേഷൻ ഫോർ ദ ഫിസിക്കൽ അഡ്രസ് ഇൻ ദ കേസ് ഓഫ് സെറ്റ് അസോസിയേറ്റീവ് മെമ്മറി. ഓക്കെ, നമ്മൾ നേരത്തെ അസോസിയേറ്റീവിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ നമുക്ക് മാപ്പിംഗ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ബൈ യൂസിങ് ദിസ് മെത്തേഡ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 മാപ്പിംഗ് മെക്കാനിസംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുവാണ്. അത് നോക്കി വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.